ഉണ്ട് അയക്കണ ആയിട്ടില്ല എൻ്റെ ചിരി. മാഷാ അല്ലാ മാഷാ അല്ലാ. നമ്മുടെ നായകന്റെ മാസ് എൻട്രി ആട്ടാ കാണുന്നത്. നമ്മുടെ കൃഷിയിടത്തിലെ തണ്ണിമത്ത വിളവെടുക്കാൻ അയക്കണോ ഇല്ലേ നോക്കാനും വേണ്ടിട്ട് നമ്മുടെ സുഹൃത്ത് ഇബ്രാഹിം ഇത് വരുന്നത്. നല്ലൊരു മാസ് എൻട്രി ഉണ്ട് അല്ലേ ഇബ്രാഹിയ? ഏതാണ് ജീപ്പ്? നിർത്ത് ഓഫാക്കേ, നിർത്ത് ഓഫാക്ക്. വാഴക്കാട്ടില് വണ്ടി പൊളിയല്ല. ഞങ്ങൾ പറഞ്ഞ രീതിയിൽ പണിയെടുപ്പിച്ചാ കാണിച്ചു കൊടുത്തിട്ട് ഇന്ന രീതിയിൽ വേണം പറഞ്ഞിട്ട്. ഇത് സാധാ ജീപ്പ് എന്താ? പഴയ മോഡല് ജീപ്പാ. ഒരു ഷിഫ്റ്റിന്റെ കാര്യം ഈ വണ്ടിക്കാ. ഇത് തന്നെ ഒരു ഇല്ലല്ലോ, പക്ഷെ അറിയല്ലോ വലിയ തണ്ണിമത്തം വലിപ്പം വെച്ചിട്ടില്ലായിരുന്നു. വലിപ്പണ്ടാ? 8 കിലോ 9 കിലോ വരും. കത്തിയാണോ അയക്കണല്ലേ? ഇബ്രാഹിമിന്റെ നേതൃത്വത്തില് നമ്മള് തണ്ണിമത്തം കൃഷി തുടങ്ങി. നമ്മള് വിളവെടുത്ത ഷമാമത ഹാർവെസ്റ്റ് ചെയ്തോണ്ടിരിക്കണ്. കട്ട് ചെയ്ത് മാഷാ അല്ലാ. നമ്മളിപ്പോ അടുത്തൊന്ന് പൊട്ടിച്ചിട്ടുണ്ട്. ഈ മഞ്ഞായിട്ടുണ്ടായിരുന്നില്ല. ഇതട്ടാ അത്യാവശ്യം നല്ല രീതിയിൽ കളറ് കയറി തുടങ്ങിയിട്ടുണ്ട് മക്കളെ. പച്ചക്ക് കഴിക്കട്ടാ. ജൂബിലി കിങ് വെറൈറ്റി തണ്ണിമത്തന് ഇടത്തര നോക്കിയിട്ട് ഒന്ന് എടുത്തിട്ടുണ്ട്. കളർ അയക്കണോ മധുരം അയക്കണോ എന്നൊക്കെ നോക്കാൻ പോവാണ്. നമ്മൾ സീഡ് ട്രയൽ വെച്ചിട്ട് ഇന്നൊക്കെ 60ാമത്തെ ദിവസമാണ്. ഉണ്ട് അയക്കണ ആയിട്ടില്ല എൻ്റെ ചിരി. മാഷാ അല്ലാ. 60ാമത്തെ 5 ദിവസം മൂപ്പ് കൂടെ ഉണ്ടല്ലേ. കുരുതാ ഏകദേശം മൂത്ത് തുടങ്ങിക്കണ്. മധുരം അയക്കണ കൊടുക്കാനയക്കണല്ലേ? ആശാൻ കഴിച്ചിട്ട് അഭിപ്രായം പറയും. 60 ദിവസം കൊണ്ട് മാഷാ അല്ലാ ഈ ഒരു കളറിലെത്തിയിട്ടുണ്ട്. സംഭവം കുറച്ച് ദിവസം വെള്ളം കൊടുക്കായിരുന്നില്ല. വെള്ളത്തിന് മൂത്തിട്ട് കളറായതാ. മധുരം കയറി വെള്ളം പറ്റിയല്ലേ. കുറച്ച് ദിവസം വെള്ളത്തിന് ക്ഷാമം പറ്റിയില്ല. എനിക്ക് നാളെ മുതൽ ഇത് കൊട്ടിച്ചു കൊടുക്കാം. രണ്ട് ഈ വെള്ളത്തിന്റെ പ്രശ്നങ്ങൾ, വെള്ളം തണ്ണിമത്തം പറഞ്ഞാൽ ഈ തണ്ണിന്നല്ലേ, വെള്ളം അധികം നല്ല കൊടുക്കണം. അവസാനം വെച്ചിട്ട് നിർത്താൻ കഴിയുള്ളൂ. ഇനി ഒരു ദിവസം കൂടെ ഇരുന്നിട്ട് ഇത് പൊട്ടിച്ചിട്ട് വീട്ടിൽ 2 ദിവസം കൂടെ വെച്ചിട്ട് തണുപ്പിച്ച് വെച്ചതിലും മധുരം കൂടും. ഇബ്രാഹിം പറഞ്ഞേ തണ്ണിമത്തന്റെ സെന്റർ പീസ് കഴിക്കണം, അതിനാണ് മധുരം കൂടുക എന്നുള്ളത്. സംഭവം കൊള്ളട്ടാ. കായ് കൊടുക്കണ്ടേ. നാളെ മുതൽ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ തോട്ടത്തിൽ നിന്ന് തന്നെ പൊട്ടിച്ചു കൊടുക്കാം. അവിടെ തോട്ടത്തിലേക്ക് ആരെയും ഇറക്കരുത്. ഇറക്കിയിട്ടുണ്ടെങ്കിൽ വള്ളിയൊക്കെ ചോട്ടിയാക്കാൻ നാശമാക്കും. ഇറാനി വെറൈറ്റി നമുക്കൊന്ന് മുറിച്ച് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ള. അയക്കണം നോക്കാം. ആശാൻ വന്നിട്ട് എല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. വെള്ളം ഇട്ടിട്ടുണ്ടല്ലേ? മാഷാ അല്ലാ. അയക്കണം നല്ല വരണ്ടല്ലേ? വീഡിയോ കാണുന്ന ഒരുപാട് സുഹൃത്തുക്കളുടെ പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കും എന്നുള്ള അറിയാം. ഒരുപാട് നന്ദിട്ടാ പ്രാർത്ഥിച്ചവർക്കും. അതുപോലെ നമ്മൾ വെള്ളമില്ലാത്ത സമയത്ത് ബുദ്ധിമുട്ടിയ സമയത്തൊക്കെ ഒരുപാട് പേര് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോക്ക് താഴെ കമന്റിലൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടിട്ട് സഹിക്കണില്ല എന്ന് വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രാർത്ഥിച്ചവർക്കും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി നമ്മളൊന്ന് കഴിച്ചു നോക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. കാരണം നെൽകൃഷി കഴിഞ്ഞിട്ട് തരിശായി കിടന്നിരുന്ന പാടത്ത് നമ്മൾ വിത്തിട്ട് തുടങ്ങിയിട്ട് ഇതാ ഇന്നിപ്പോ ഇവിടെ നമ്മൾ മധുരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നോഫലിന് മറക്കാൻ കഴിയരുതാ. നമ്മളെ നോഫലില്ലേ, നോഫല് കുറ്റൂര് ഓനെ മറക്കരുത്. ഫസ്റ്റ് ഇവന്റെ തോട്ടത്തേക്ക് വന്നിട്ട് നോഫലാണ് പറഞ്ഞത് സംബന്ധിച്ച് ചെയ്യുന്നത്. അവിടെ നോഫൽ എന്നോട് പറയണേ ഓന് ബാക്കിൽ നല്ല പ്രഷർ ചെയ്തോണ്ടി എന്നാലും അവൻ ചെയ്യുള്ളൂ. കുറച്ച് മടിയുള്ള ആളാണ്. മടിയുള്ള ആളാണ് പക്ഷെ ഓക്കെ ആയിട്ടാ. നല്ല മധുരണ്ട്. നൗഫിലെ നമ്മൾ തുടങ്ങിയാട്ടാ. നല്ല മധുരം ഉണ്ടാവുക ഈ കൊലയ്ക്ക്. പ്രായം ഒറ്റടിക്ക് ഇരുന്നിട്ട് അത് ഇതൊക്കെ ഒരു മഞ്ഞയുടെ മധുരം ഉണ്ട്. യെല്ലോ മഞ്ചിന്റെ ഒക്കെ മധുരം ഉണ്ട്. യെല്ലോ മഞ്ചിന്റെ മധുരം ഉണ്ടല്ലേ? എല്ലാം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്ന വിത്താണ് ഈ സീഡ് അല്ലേ? നമ്മൾ ചെയ്യുന്ന സീഡ് കിട്ടിയില്ല. അപ്പൊ അവര് വേറൊരു സീഡ് തന്നതാണ്. ഉൾമഞ്ഞന്റെ ഒക്കെ ഒരു വര ഇതായിട്ടാണ് വരുന്നത്. ഇവർക്ക് ഇങ്ങനെ കണ്ടപ്പോ എനിക്കൊരു ഡൗട്ട്, ഇത് ആരോഗ്യമാണോ ഇറാനിയാണോ? ഈ മറ്റേ ഇറാനി തന്നെ പച്ച കളറാ വരിക. ഇപ്പൊ നമ്മൾ പൊട്ടിച്ചത് ഏകദേശം എത്ര വെയിറ്റ് ഉണ്ടാവും എന്റെ കാഴ്ചപ്പാടില്? 3 കിലോ ഉണ്ടാവും. 3.5 കിലോ ഉണ്ടാവും അല്ലേ? ഇറാനി 3.5, 4, 5, 6 ഉള്ളില് യെല്ലോ കളർ വരുന്ന ഒരു ഇറാനി മോഡൽ ഒരു വെറൈറ്റി തണ്ണിമത്തനുണ്ട്. ആരോഹി എന്നാണ് പേര്. ഇവിടെ പല ആൾക്കാർ വരലുണ്ടെങ്കിലും നന്നായി കഴിക്ക്. നടു കഷ്ണം തന്നെ കഴിക്കും. ഞാന് 3ാമത്തെ വെറൈറ്റി കഴിക്കാൻ പോണ. കഴിച്ചതിൽ വെച്ചിട്ട് ഏതാണ് മധുരം? ഫസ്റ്റ് കഴിച്ചത് കുഴപ്പമില്ല. 2ാമത് വെച്ചത് നല്ല മധുരം ഉണ്ടായിരുന്നു. ഇതും നല്ല മധുരം ഉണ്ട്. സൂപ്പറാ.
എന്താ കളറ് ഫ്രെയിമിൽ അറിയോ, പിന്നെ എൻ്റെ ബ്ലാക്ക് ടീഷർട്ടും കൂടെ ആയിട്ട് നമ്മളെ ഇറാനിനോട്ടുള്ള ഇതൊക്കെ ഫുള്ള് മൂത്തിങ്ങനെ വിളവെടുത്തു, പെട്ടെന്ന് വിളവെടുത്തു. അതിനേക്കാളും മധുരമുണ്ട്. ഇറാനൊക്കെ മധുരണ്ട. നമുക്ക് ഇക്കൊല്ലം ഉണ്ടാക്കാൻ കഴിയില്ല, ഇനി അടുത്തല്ലേ, ഇനി അടുത്തല്ല ഇൻഷാ അല്ലാ. 2 ഏക്കർ ഉണ്ടായിക്കൊണ്ടിട്ടാണ്. ഇപ്രാവശ്യത്തെ പോരായ്മകളൊക്കെ പരിഹരിച്ച് അടുത്ത പ്രാവശ്യം നമുക്ക് ഇൻഷാ അല്ലാ ഉഷാറായിട്ട് ഉണ്ടാക്കണം. ഉള്ളിൽ മഞ്ഞ വരുന്ന ഇറാനി മോഡല് ആരോഹി. ഇതിങ്ങനെയാണെങ്കിൽ ഓറഞ്ച് മഞ്ചും യെല്ലോ മഞ്ചും എന്താവും? പൊളിക്കും. ഓറഞ്ച് മഞ്ചും യെല്ലോ മഞ്ചും ഒക്കെയാണ് അത്യാവശ്യം നല്ല മധുരമുള്ള വിഭാഗത്ത് പെട്ടേട്ടാ. പക്ഷെ ഇവിടുന്ന് ഇപ്പൊ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇതൊക്കെ ഒരു രക്ഷയില്ല കേട്ടാ. സാധാ അതിൻ്റെതായിട്ടുള്ള ഒരു നോർമൽ മധുരത്തിൽ കഴിക്കണം, അപ്പോൾ അതിന്റെ ടേസ്റ്റ് ഉള്ളത്. ഇതെന്നൊക്കെ പറഞ്ഞാൽ ഓവറായിട്ട് കഴിക്കാം. സാധാ നമുക്ക് എത്രയും കഴിക്കാം. ഇത് മധുരത്തിന്റെ കുത്തുള്ള കാരണം ഓവർ കഴിച്ച വേഗം ചടക്കും. നല്ല മധുരം ഉണ്ടാവുമ്പോഴേ. നമ്മുടെ കൃഷിയിടം വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരിൽ നിന്ന് ഒരു 8 കിലോമീറ്റർ മാറിയിട്ട് തെക്കൻകുറ്റൂർ എന്ന് പറഞ്ഞ പ്രദേശത്താണ്. താഴെ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട്, ആ നമ്പറിൽ വിളിച്ച് നോക്കിയിട്ട് വരണം കേട്ടോ. കാരണം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളതിനനുസരിച്ചായിരിക്കും നമ്മൾ സെയിൽ ചെയ്യുക. കാരണം ഇത് പലതും ആവുന്നുള്ളൂ, ആയത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഉണ്ട് എന്നാണ് ഇപ്പോൾ നമ്മുടെ സുഹൃത്ത് ഇബ്രാഹിം, നമ്മുടെ ആശാൻ നമ്മളോട് പറഞ്ഞു തന്നത്. ഷമാമ്, അതുപോലെ നമ്മൾ റെഡ് കളർ തണ്ണിമത്തന്, ഇങ്ങനെയുള്ള കുറച്ച് വെറൈറ്റീസ് കാര്യങ്ങളായിട്ടുണ്ട്. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോളി. അപ്പോൾ അതിൽ നമ്മൾ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്.